ക്ഷേത്രത്തിലും കുഞ്ഞിക്ക് ഫാൻസ് ഉണ്ടായിരിക്കുകയാണ്. കുഞ്ഞി ഫാൻസാണ് എല്ലായിടത്തും. ഇത് കൂടുതലും തുളു സംസാരിക്കുന്ന കന്നഡക്കാരാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ മുഴുവൻ ഇതുപോലെയായിരിക്കും. കേരളം വിടുകയാണ്. കേരളം വിടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മൾ കുമ്പള റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിലാണ് നമുക്ക് ഒരു ഹനുമാൻ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിയത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാസർഗോഡുള്ള ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇതുണ്ടോ, നമ്മുടെ 66 ഹൈവേ ആണ് ഈ കാണുന്നത്. അപ്പോഴത്തെ ഒരാൾ വന്ന് നമ്മുടെ കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. എന്നാറ്റി ആ അപ്പത്തേ കടക്ക ഞാൻ ജസ്റ്റ് ഈ ബോർഡ് കണ്ടൊന്ന് നിർത്തിയത്. അതെ, അവർ ചായ കുടിക്കാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. നമുക്ക് ഒരിടത്തും സൈക്കിൾ നിർത്താൻ പറ്റിയല്ല. അന്നേരം വിളിക്കും. ഓപ്പൺ ചെയ്യട്ടെ. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. ഞാൻ കോട്ടയം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭഗവതി ക്യാൻറ്റീൻ ആയിക്കോട്ടെ. ആ കോട്ടയത്ത്. ഞാൻ ഇവിടെ പോയി ഉത്സവം നടക്കുന്ന ക്ഷേത്രമില്ലേ, മധൂര് പോയി. മധൂരിൽ നിന്ന് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു, അനന്തപുരത്ത് വന്നു. ആ കണ്ട് ഇന്നലെ വന്നതാ. ആ ഞാൻ സൈക്കിൾ അങ്ങോട്ട് പോകാം. ആ അപ്പോഴത്തേ നമ്മൾ വന്നപ്പം ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ശ്രീ ഭഗവതി ക്യാൻറ്റീൻ, നായിക്കാപ്പ് കുമ്പള. ബദിയടുക്ക റോഡിൽ നായിക്കാപ്പ് എന്നുള്ള സ്ഥലത്താണ്, കുമ്പള റൂട്ടാണ്. നാരായണമംഗല ഭഗവതി ക്യാൻറ്റീൻ കണ്ടോ. ഞാൻ ഈ വഴിയെ ഇങ്ങനെ പോയതാ, കുമ്പള റൂട്ടിലോട്ട് പോയതാണ്. അവിടെ കോട്ട കാണാൻ വേണ്ടി പോയതാണ്, ഹനുമാൻ ക്ഷേത്രമൊക്കെയുള്ള കോട്ട. അപ്പോൾ പോണ വഴിയിലത്തെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അന്നേരം ഒരു 2-3 പേര് പാഞ്ഞു വന്ന് നമ്മളെ പിടിച്ച് ഈ കടയിലോട്ട് കയറ്റിയിരിക്കുകയാണ്. കുഞ്ഞിനെ അവർ കൊണ്ടുനടക്കുക. അവരുടെ കൂടെ കൂടിയെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ കാശ്മീരിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് തോന്നുന്നു. ആ ഒരു ചായ എടുത്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവരുടെ ആതിഥ്യ മര്യാദ സ്വീകരിച്ച് ഒരു ചായ കുടിക്കാൻ പോവാണ്. ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, കുമ്പള ബിരിയാണി ഉണ്ട്, ഇവിടെ എല്ലാ ബിരിയാണി ഉണ്ട്. ഇത് നമ്മളെ ഭാഷ എന്താ അറിയാ? തുളു ഭാഷ. തുളു. പക്ഷെ നമുക്ക് എല്ലാ ഭാഷ അറിയാം. തുളു, അറബി, ഹിന്ദി, മലയാളം, കന്നഡ, എല്ലാ ഭാഷ അറിയാം. കൊങ്ങണി, അറബി അറിയാം. ഈ ഏരിയയുടെ ഗുണം അതാണല്ലോ. ഈ ഏരിയയുടെ ഗുണം അതാണ്. 4-5 ഭാഷകൾ ചേരുന്ന സ്ഥലമാണ് ഈ കുമ്പള ഭാഗം. അതെ, അനന്തപുരത്തു നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. ഇന്നലെ അവിടെയായിരുന്നു താമസിച്ചത്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പണിയൊക്കെ നടക്കുക, കുളമൊക്കെ വറ്റിച്ചിട്ടിരിക്കുക. കുഞ്ഞി താണ്ട വർക്ക്ഷോപ്പിലൂടെയൊക്കെ നടക്കുക കേട്ടോ. എടി, നിനക്ക് വല്ല വെൽഡിങ് പണി ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം, നാളത്തേക്ക് വെച്ചേക്കണ്ട്. ചേട്ടൻ ഇപ്പം നിന്റെ ബെൽറ്റ് വല്ലതും വെൽഡ് ചെയ്യാനുണ്ടോ? ഒരു കൂടി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അവളിപ്പം ഒന്ന് ഫ്രീ ആയത് ഇപ്പോഴാ. അവൾക്ക് കൈ തരാമെന്നൊന്നും അറിയത്തില്ല. അവൾ വേണമെങ്കിൽ കയ്യിലൊന്ന് നക്കിത്തരും. അതാണ് അവിടെ ഒരു സ്റ്റൈല്.
അല്ലടി കുഞ്ഞി ഗേറ്റ് മരച്ചിടല് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ നമ്മൾ കുമ്പള റൂട്ടിലാണ്. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടെ ചെന്നാൽ കുമ്പളയായി. കുമ്പള, കാസർഗോഡ് കുമ്പള, പത്തനംതിട്ട കുമ്പഴയല്ല, കാസർഗോഡ് കുമ്പളയാവുകയാണ്. അപ്പോൾ കുമ്പളയിലോട്ടുള്ള യാത്രയിലാണ്. കുമ്പള കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോട്ട കാണാൻ പോകാൻ. അപ്പോൾ കോട്ടയിലേക്കാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും 3 കോട്ടകളാണുള്ളത്. ബേക്കൽ ഫോർട്ട്, ചന്ദ്രഗിരി ഫോർട്ട്, പിന്നെ ഞാൻ ഈ പോകുന്ന ഫോർട്ട്. ഈ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹനുമാൻ ടെമ്പിളുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. അതോടനുബന്ധിച്ച് കൂടുതലും നമുക്കറിയാം മഖാമും പിന്നെ ക്ഷേത്രങ്ങളും മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുള്ളത്. തൃശ്ശൂരായാലും കാസർഗോഡായാലും കൂടുതലും ക്ഷേത്രങ്ങളാണ്. പിന്നെ കണ്ണൂർ വരുമ്പോൾ നമുക്ക് കൂടുതലും തെയ്യംകെട്ടിൻ്റെ മൂലസ്ഥാനങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ പത്മനാഭ ടെമ്പിളിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പത്മനാഭ ടെമ്പിളിൽ നിന്നാണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഈ ഉണങ്ങിയ കാലാവസ്ഥ തന്നെയാണ്. നമ്മുടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ പമ്പിൽ വന്ന് കിടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അവിടെ അമ്പലത്തിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ കിടന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കിടന്നത്. ഇതിപ്പം നോമ്പുകാലമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ഭക്ഷണം കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ കുഞ്ഞിക്കൊരു മുട്ട വാങ്ങിച്ചു കൊടുക്കണം. അതാണ് മെയിൻ. രാവിലത്തെ മുട്ടയാണ്, അതാണ് പ്രധാനം. അപ്പോൾ അതിനൊരു മുട്ടക്കട തപ്പി പോവുകയാണ്. മുട്ടക്കടയല്ല, ചായക്കട. ഒരു ക്രിസ്ത്യൻ ചർച്ച് കണ്ടിരിക്കുകയാണ്. സെൻറ്റ് മോനിക്ക ചർച്ച് കുമ്പള. ഇത് കുറേ സമയത്തിന് ശേഷമാണ് ഇത്ര നേരം എന്താ സെൻറ്റ് മോനിക്ക ചർച്ച്. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു പള്ളി കാണുന്നത്. കൂടുതലും ക്ഷേത്രങ്ങളും മസ്ജിദുകളുമാണ് ഇവിടെയുള്ളത്. സ്കൂളൊക്കെ ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. സാധിക്കുന്നില്ലല്ലോ. ഇത്രയും വലിയ ടൗണിൻ്റെ സമീപത്ത് എവിടെയായാലും ഒരു ചെറിയ തട്ടുകട, ഷോപ്പ്, അങ്ങനെ നമ്മൾ കേരള രണ്ടും പാരലായിട്ടാണ്. ഹൈവേയും റെയിൽവേ ട്രാക്കും പാരലായിട്ടാണ്. അപ്പോഴത്തെ ട്രെയിൻ പോകുന്നതൊക്കെ കണ്ട് നമുക്ക് പതിയെ അങ്ങ് പോവാം. നമ്മൾ ഈ റൂട്ടിലാണ് പോകുന്നത്. ഇത് പുഴയാണ് കേട്ടോ. കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത്. മുഴുവൻ കണ്ടൽക്കാടുകളാണ്. കണ്ടലിൻ്റെ ഒരു ഇങ്ങോട്ട് കയറിയാൽ പിന്നെ കണ്ടലിൻ്റെ ഒരു ഭയങ്കര ഭീകരതയാണ് നമുക്ക് കാണാൻ. ഇതാണ് കോട്ടയുടെ സമീപത്തുള്ള ഹനുമാൻ ടെമ്പിൾ. എന്താ ഹനുമാൻ്റെ ഒരു വലിയ ക്ഷേത്രമാണ്. അപ്പോൾ ഈ കോട്ടയ്ക്കകത്തോട്ട് കയറാമെന്ന് നോക്കാം. അവിടെ മുഴുവൻ കട്ടിങ് ആക്കി വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ലാസ്റ്റിൽ പോയാൽ അങ്ങോട്ട് കയറാൻ പറ്റും. വലിയ ഇത്രയ്ക്ക് ഓണടിക്കാൻ എന്താണ് സംഭവിച്ചത്? മര്യാദയ്ക്ക് പോയാൽ പോലെ.
അപ്പോഴത്തെ കോട്ടയിലോട്ട് കയറാനൊക്കെ പാടാന്നാണ് പറഞ്ഞത്. ഇതാണ് ആരിക്കാടി കോട്ട. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. അപ്പോഴത്തെ ഇതാണ് ആരിക്കാടി കോട്ട. അപ്പോൾ കോട്ടയ്ക്ക് ഉള്ളിലോട്ട് ഞാനൊന്ന് കയറിയതാണ്. ഇവിടെ എല്ലാം തീ വെച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതാണ് കോട്ടയുടെ ഉൾഭാഗം. ഇതൊക്കെ കത്തിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് ആരിക്കാടി കോട്ട. ഹൈവേയുടെ ലെവലിങ് വന്നപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇതാണ് കോട്ടയുടെ ഭാഗം. ഇവിടെയൊക്കെയാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കയറി വന്നത് ഇപ്പോൾ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ബേക്കൽ ഫോർട്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് കയറിപ്പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തൊന്നും മരങ്ങളുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അപ്പുറം കടലാണ്. അപ്പോൾ ഇത് സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നൊരു കോട്ടയാണ് കേട്ടോ. മൊത്തം നശിച്ച് കിടക്കുകയാണ് കോട്ട. ഇതുണ്ട്, ഇതാണ് ആരിക്കാടി കോട്ടയുടെ വാച്ച് ടവറാണിത്. ഈ സൈഡ് മുഴുവൻ കോട്ടകൾ. പക്ഷേ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇത് ചെറിയ കോട്ടയായിരുന്നതുകൊണ്ട് മിക്കവാറും അത് നശിപ്പിക്കപ്പെട്ടതായിരിക്കും. പക്ഷേ താഴത്തെ ക്ഷേത്രം പണ്ട് കാലത്തെ ഉള്ളതാണെന്നാണ് അറിവ്. അപ്പോഴത്തെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കോട്ടയുടെ കൊത്തളങ്ങളൊക്കെയാണിത്. ഇത് കണ്ടോ, ആരിക്കാടി കോട്ടയുടെ മുകളിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ്. കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്ക് വെച്ചിട്ടാണ് പോകുന്നത്. അത് തട്ടി മറിയുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ കോട്ടയുടെ മുകളിലോട്ടൊന്ന് കയറാം. ഇത് കോട്ടയുടെ മുകൾ ഭാഗമല്ല, നമ്മുടെ വാച്ച് ടവറിലോട്ട് കയറുന്ന ഒരു വഴിയാണ്. പക്ഷേ അത് വളരെ കൂളായിട്ടൊരു മനുഷ്യന് കയറിപ്പോകാമെന്നുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഈ കോട്ടയുടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെ പ്രത്യേകത. ഈ രീതിയിലാണ് ഈ അമ്പലങ്ങളൊക്കെ പണിതിരിക്കുന്നത്. ഭയങ്കര ഹൈറ്റിലോട്ട് അമ്പലങ്ങൾ പണിത് കയറ്റിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് ആരിക്കാടി കോട്ടയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഹെൽത്ത് സെൻ്ററാണ് അപ്പുറത്ത് കാണുന്നത്. അത് ക്ഷേത്രം. അങ്ങകലെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കടൽ കാണാൻ പറ്റും. ഈ മരങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഈ ആരിക്കാടി കോട്ട വെച്ചത്. കാരണം ഇതുകൊണ്ടോ ഒരു ഭൂപ്രദേശം മുഴുവൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോട്ടയുടെ പഴയ ബിൽഡിങ്ങുകളാണിത്. ഇവിടെ ആയിരിക്കണം വെടിക്കോപ്പുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവിടെ എൻട്രൻസിലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണെന്ന് ഇവിടെ ആരുമില്ല. സംരക്ഷിത മേഖലയാണേലും ജസ്റ്റ് ഇവിടെ തീ പിടിപ്പിച്ച് ഇതെല്ലാം കരിച്ചു കളഞ്ഞല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഏതായാലും ഇതൊക്കെ ആയിരിക്കണം, ഇതൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളായിരുന്നിരിക്കണം. ഇതിൻ്റെ ഇടയിലൂടെ തോക്ക് വെച്ച് വെടിവെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോഴത്തെ ആരിക്കാടി കോട്ട ഏകദേശം പൂർണ്ണമായും നശിച്ച ഒരു കോട്ടയാണ്. അത് സംരക്ഷണത്തിന് സ്റ്റാർട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കണം ഇതെല്ലാം കത്തിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആരിക്കാടി കോട്ടയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് കണ്ടോ, ഇത്രയും ദൂരത്തേക്കാണ് നമുക്ക് നടന്നിറങ്ങി പോകാൻ പറ്റുന്നത്. ഒരു വാച്ച് ടവർ എന്നുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥലമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇറങ്ങിപ്പോവാം. വളരെ കൂളായിട്ട് ഇറങ്ങിപ്പോവാം. ആൾക്കാർ വിചാരിക്കും നടക്കാൻ പറ്റിയായിരുന്നു. ഇത് കൊച്ചു കുഞ്ഞിനും ഇറങ്ങിപ്പോകാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. ഇതിൻ്റെ അത്രയും ഡിഗ്രി നോക്കിയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 70 80 45 അല്ല ഏതൊക്കെയാലും അത്രയൊക്കെ ഡിഗ്രിയിലായിരിക്കണം ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആരിക്കാടി കോട്ട തൊട്ടപ്പുറത്താണ് അമ്പലം. അപ്പോഴത്തേ ഇങ്ങോട്ട് വരണൽ ഇച്ചിരി പാടാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങ് ചെല്ലുമ്പോഴത്തേനും കുഞ്ഞിയും വണ്ടിയും മറിഞ്ഞ് കിടപ്പുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ചെന്ന് നോക്കാം. ഇതുണ്ട്, ഈ ഒരു ആംഗിളിലാണ് ആ കോട്ട നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു പിടുത്തമൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. അങ്ങേ സൈഡിലാണ് നമ്മൾ കണ്ട ഒരു ഇത് ഉള്ളത്. എന്നതാ, ഇതാണ് ആരിക്കാടിക്കോട്ടയുടെ വാച്ച് ടവർ. വാച്ച് ടവറിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നത്. ഇതുണ്ട്, ഇതായിരുന്നു അവിടുത്തെ പഴയ കെട്ടിടങ്ങൾ. അതെല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത്. അതെല്ലാം നശിച്ചു പോയതായിരിക്കും, കാലക്രമേണ നശിച്ചു പോയതായിരിക്കും സംരക്ഷണമില്ലാതെ.
ഇപ്പോൾ ഇവിടെ കുറേ കുപ്പികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുകൂടിയാണ് ഇങ്ങനെ കയറി ഇവിടെ ആയിരുന്നിരിക്കണം പട്ടാളക്കാരൊക്കെ തമ്പടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പതിയെ പോവുകയാണ്, വന്ന വഴിയെ തന്നെ പോവാം. അപ്പോൾ ഈ തീ പിടിപ്പിച്ച് കഴിഞ്ഞ് ആദ്യമായിട്ട് എത്തുന്ന ഒരു ട്രാവലർ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തീ കത്തിത്തീർന്നിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്മെല്ല് പോലും പോയിട്ടില്ല, തീ പിടിച്ചതിൻ്റെ സ്മെല്ല്. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന അതല്ല, ഈ തീ കത്തിയിട്ടും ഈ പുല്ലെന്താ പോകാത്ത? അപ്പോൾ തീ പിടിപ്പിച്ചിട്ട് കുറേ കാലമായോ? ഇല്ലല്ലോ. ആ ചാരത്തിൻ്റെ ഇത് തന്നെ കളർ തന്നെ നിൽക്കുക, തീയുടെ ഇത് തന്നെ. അത് ഭയങ്കര ഇതാണല്ലോ. അല്ല, പിടിപ്പിച്ചിട്ട് കുറേ ദിവസമായെന്ന് തോന്നുന്നു. അതാണ്, പുല്ലെല്ലാം കിളുത്തിട്ടുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ കത്തിച്ച പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ആരിക്കാടിക്കോട്ട ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കുളമാണ് കേട്ടോ, ഇതൊരു കുളമായിരുന്നു, മൂടിപ്പോയതാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഹൈവേയുടെ ഒരു ഭാഗത്തായിരുന്നു ഈ കോട്ടയുടെ മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നത്. അതെല്ലാം പൊളിച്ചു മാറ്റിയാണ് ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പുരാവസ്തുക്കൾക്കൊരു മറ്റേ കുടിയന്മാർക്കൊരു ഇതില്ലെന്ന് പറഞ്ഞ പോലെ പുരാവസ്തുക്കൾക്കൊരു വിലയില്ലല്ലോ. അത് സംരക്ഷിക്കണമെന്നോ അതിനൊരു വിലയുണ്ടാക്കണമെന്നോ ഒന്നും ആരും ചിന്തിക്കാറില്ല. മറ്റ് രാജ്യങ്ങളിൽ പുരാവസ്തുക്കൾ വെച്ചാണ് അവർ കാശുണ്ടാക്കുന്നത്. ഇവിടെ പുരാവസ്തുക്കൾ തല്ലി നശിപ്പിച്ചിട്ടാണ് അവർ അതിൻ്റെ കഴുക്കോല് വരെ ഊരിയിട്ടാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ വലിയൊരു പേരാൽമരത്തിൻ്റെ ചുവട്ടിലിത് ഇവിടെ എടുത്ത് നിൽക്കുന്നതുണ്ടോ? കാസർഗോഡ് കുള്ളനാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അക്കോമഡേഷൻ സൈഡിലാണ് ഇന്ന് കിടന്നുറങ്ങിയത്. ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അത് ഹനുമാൻ ക്ഷേത്രമാണ്, കോട്ടയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ കോട്ടയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇതുണ്ടോ, മനോഹരമായ ആൽത്തറയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവരോട് അനുവാദം ചോദിച്ച് ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. വന്നിരിക്കുന്നുണ്ടോ, ഇതിനാണ് ഒന്നാന്തരം കാസർഗോഡ് കുള്ളൻ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു ഹാളുണ്ട്. ആ ഹാളിലാണ് ഇന്നലെ കിടക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇപ്പം വേറെ നമ്മളെ കിടത്തിയ ആളൊന്നുമില്ല. അത് ആ വീട്ടിലെ ആളാണ്. ആ വീട് കണ്ടോ, അവരുടെ കുടുംബക്ഷേത്രമാണിത്. ഈ നടുക്ക് കാണുന്നത്. ബാക്കി രണ്ടും വേറെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര മഞ്ചേശ്വരം. അതായത് ഇന്ന് മിക്കവാറും നമ്മൾ കേരളം വിടും, കർണാടകയിലേക്ക് കയറാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 1, ഏപ്രിൽ ഫൂൾ ആശംസകൾ. അപ്പോഴത്തെ നമ്മൾ NH66 യാത്രയിലാണ്. അപ്പോൾ ആ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ലൈനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 30 കിലോമീറ്ററോളം കഴിഞ്ഞാൽ നമ്മുടെ കേരള ബോർഡർ കഴിയും. അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. നീണ്ടു തുറന്ന് കിടക്കുന്ന ഹൈവേ 66, പുതിയ ഹൈവേ. ചുമ്മാ ഇരുന്നങ്ങ് പോയാൽ മതി, വലിയ വണ്ടിത്തിരക്കില്ല രാവിലെ ആയതുകൊണ്ട്. വണ്ടി ഇങ്ങനെ ഇറക്കമൊക്കെ വിട്ട് കയറ്റമൊക്കെ ചവിട്ടി കയറ്റി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. NH66 പനവേൽ കന്യാകുമാരി ഹൈവേ. നാഷണൽ ഹൈവേ 66 കൂടെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ, അമ്പലത്തിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ഹനുമാൻ ടെമ്പിളായിരുന്നു, അവിടുന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇന്ന് ഒരുപാട് ദൂരം പോകാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാലും മാംഗ്ലൂർ കർണാടക ബോർഡർ കയറണം. ഇന്ന് ഏപ്രിൽ 1, ഏപ്രിൽ ഫൂളാണ്. ഇന്ന് ഫൂളാകാതെ നമ്മളങ്ങ് ചെന്നാൽ മതിയായിരുന്നു.
അപ്പം നമ്മൾ ബന്ദിയോടാണുള്ളത്. ബന്ദിയോട് ടൗണാണ് ഈ കാണുന്നത്. അപ്പോഴത്തെ ഹോട്ടൽ നിത്യാനന്ദ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ ഈ പാലത്തെ കൂടെ തിരിച്ചിങ്ങോട്ട് വന്നതാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ല ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ നല്ലതാണ്. പക്ഷേ അവിടെ നല്ല രീതിയിൽ എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഈ യാത്രയുടെ കാര്യങ്ങളൊക്കെ. ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. കാരണം ഞാൻ അതിനിടയ്ക്ക് ഒരു ചായ പറഞ്ഞിരുന്നുകൊണ്ട് അത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും നമ്മളോട് നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത്. കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. സൈക്കിളിൽ കാശ്മീർ പോവുക. ആ, കോട്ടയത്തു നിന്നായിരുന്നു. കോട്ടയം, അതെ. ആ, സുഖം. ആ ആ ഓക്കെ. അപ്പോഴത്തേ നമ്മൾ നേരെ പോവുകയാണ്. ഈ വഴി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ ഇത് കണ്ടോ, ഓട്ടോക്കാർക്കെല്ലാം പ്രയോജനമുള്ളൊരു കാര്യമാണിത്. സാധാരണ ഇവിടെ ഒരു ഗ്ലാസ് വന്നിട്ട് ആ ഗ്ലാസ് തിരിച്ചു വെക്കുമ്പോൾ നമുക്ക് ദേഹത്തോട്ട് കാറ്റ് കിട്ടാറാണ് പതിവ്. ഇതൊരു ഫാനിൻ്റെ ലീഫ് തന്നെ കട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അലുമിനിയം ലീഫാണ്. അത് ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല സുഖമായിട്ട് കാറ്റ് കിട്ടും. കാരണം അതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫാനിൻ്റെ ബ്ലേഡിൻ്റെ ഒരു ഷേപ്പ് അറിയാമല്ലോ. അതെ, ഈ നമ്മുടെ ഹൊസദുർഗ് അല്ലേ ഇത്? മഞ്ചേശ്വരം. ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് മഞ്ചേശ്വരം തന്നെ. അപ്പം മഞ്ചേശ്വരത്തെ ഈ ഇൻഫന്റ് ജീസസ് പള്ളിയുടെ അടുത്ത് നമ്മൾ നിന്നപ്പോഴത്തെ എന്തേ ഇവർ രണ്ടുപേര് വിറകൊക്കെ ആയിട്ട് വന്നതാണ്. എനിക്കുള്ള വിറകല്ല, അവരുടെ വീട്ടിലോട്ടുള്ള വിറകാണ്. അപ്പോൾ അതെ, ടെക്നോളജി അത് ആര് ചെയ്താലും അത് ടോപ്പാണ്. ഇത് കണ്ടോ,